ഇന്നെനിക്ക് ഒട്ടും വയ്യാതിരുന്ന ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ ടാബ്ലറ്റും കഴിച്ചുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുത്തതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി റെസ്റ്റേ എടുക്കണ്ടായിരുന്നു എന്നുള്ളത്. കാരണം കിച്ചണിലോട്ട് കയറിയപ്പോൾ കരിമ്പങ്കാട്ടിലെ ആന ഇതിനേക്കാളും നന്നായിട്ട് കയറും. അതിനും അപ്പുറമായിരുന്നു കേട്ടോ. എൻ്റെ ദൈവമേ, എൻ്റെ മൊത്തം മൂടും പോയി. എനിക്ക് ആകെ സങ്കടവും ദേഷ്യവും ഒക്കെ കൂടെ വന്നു. എന്തിനായിരുന്നു കിടന്നത് എന്നെനിക്ക് തോന്നിപ്പോയി. പിന്നെ എന്ത് ചെയ്യാനാണ്, ഉള്ള ഫ്രസ്ട്രേഷനൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ പിന്നെ പാത്രങ്ങളൊക്കെ വാഷ് ബേസിലിട്ട് എല്ലാം കൂടെ കഴുകി എടുക്കുമായിരുന്നേ. എന്നിട്ട് അടുപ്പിൻ്റെ പുറമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടു. നമ്മളൊരു സ്ഥലത്തൊന്ന് വയ്യാണ്ട് കിടന്നാലുള്ള വീടിൻ്റെ അവസ്ഥയാണ്. കുറച്ച് മണിക്കൂറുകൾ വയ്യാണ്ടായി കിടന്നപ്പോൾ ഇങ്ങനെ. അപ്പോൾ പിന്നെ ഒരു മാസം എങ്ങാനും വയ്യാണ്ടായി കിടന്ന എൻ്റെ വീട്ടിലെ അവസ്ഥ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ കേട്ടോ. പിന്നെ സങ്കടവും ദേഷ്യവും ഒക്കെ കൊണ്ടിട്ട് ഞാൻ അവിടെ മൊത്തം ക്ലീനാക്കി വാഷ് ബേസൊക്കെ കഴുകി തേച്ചൊരച്ച് കഴുകി കഴിഞ്ഞപ്പോൾ തന്നെ അടുക്കള കാണാനായിട്ട് ഒരു ഭംഗിയെന്നല്ല ഞാൻ പറയും, എനിക്കത് കണ്ടപ്പോൾ ഒരു മനസ്സുഖം, ഒരു മനസ്സമാധാനം. എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് വീട്ടമ്മമാർ കാണുമായിരിക്കും കേട്ടോ. ഇതൊക്കെ കണ്ടോ, എൻ്റെ കിച്ചൺ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തൂത്തൊക്കെ ഇറക്കി എൻ്റെ ഒരു സങ്കടവും ദേഷ്യവും ഒക്കെ മാറാനായിട്ട് ഒന്ന് അമ്പലത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു പോസിറ്റീവ് വൈബ് കിട്ടാനായിട്ട് അങ്ങനെ ഞാനും പാപ്പും കൂടെ എണ്ണയൊക്കെ തേച്ച് കുളിച്ച് കഴിഞ്ഞ് റെഡിയായി അമ്പലത്തിലോട്ട് പോകുമായിരുന്നേ. ഏകദേശം 6:30 മണി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ വെള്ളായണി അമ്പലത്തിലാണ് പോയത്. അവിടെ ചെന്ന് പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടി. എൻ്റെ ആ ഒരു ദേഷ്യ സങ്കടമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് OTTയിൽ നമ്മുടെ ഹൃദയപൂർവ്വം റിലീസ് ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ കണ്ടുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.